ആദ്യം ഈ പടത്തില് വന്നതിനെ പറ്റി പറയണ്ടേ? അത് പറയാം. പറയുന്നത് ഈ പടത്തിൽ വന്നതിനെ പറ്റി പറഞ്ഞോളൂ. പടത്തില് രതീഷേട്ട് പറഞ്ഞു ഇങ്ങനെ ആദ്യം ഈ സിനിമ എന്നല്ല, ഒരു അടുത്ത സിനിമയിൽ ഇങ്ങനെ ഒരു വരുന്ന മാസങ്ങളിലൊന്ന് ഫ്രീ ആവണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാ മാസവും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാ മാസം വലിയ പ്രത്യേകതയൊന്നും ഇല്ല. അപ്പൊ ഈ രതീഷേട്ടന്റെ അടുത്ത സിനിമയിലും ഒരു ക്യാരക്ടർ കിട്ടിയെന്നില്ലേ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് സിനിമ, അതിൽ നായികയാണെന്നും ഞാൻ അറിയില്ല. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇമ്മാനുവൽ ഏട്ടനും അജിത്ത് ഏട്ടനും വിളിച്ചു. ഇവരാണ് പ്രൊഡ്യൂസർ എന്നും എനിക്കറിയില്ല. എൻ്റെ ഇതിലേക്ക് ഒരു നമ്പർ കോൾ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഓഡീഷൻ എല്ലാം പോകുന്നതുകൊണ്ടേ കുറെ ആൾക്കാർ കളിയാക്കി ഇങ്ങനെ പറ്റിക്കാനെല്ലാം വിളിക്കൂലേ? അങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കലുണ്ട്, ഞാൻ പറ്റിക്കലുണ്ട്. അങ്ങനെ വിളിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. നമ്മുടെ ഉള്ളിലെ ആ ഒരു കലാകാരെ അവര് ഉറക്കുകയല്ലേ? അല്ല, ഉണർത്തുകയല്ലേ? അല്ല, അപ്പോഴാണല്ലോ നമ്മള് ഒരു ആവേശമൊക്കെ ഉണ്ടാവുന്നത്. അതെ അല്ലേ? അല്ല, ഇങ്ങനെ സിനിമക്ക് വേണ്ടിട്ടൊന്നല്ല, അല്ലാതെ വിളിക്കൂലേ, തമാശക്ക് പറ്റിക്കാനുള്ള വിളിക്കൂലേ, അങ്ങനെ. അപ്പൊ ഇതങ്ങനെ വിളിച്ചപ്പോ ഞാൻ എല്ലാ സമയത്തും ഉറങ്ങിയായിരിക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ആരോ പറ്റിക്കുന്ന വിചാരിച്ചു. പിന്നെ പറഞ്ഞു നീ ഈ സിനിമയില് നായിക എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഒന്നുകൂടെ പറ്റിക്കുന്നു വിചാരിച്ചു. നല്ലോണം പറ്റിച്ചു എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ തെറിയെല്ലാം പറയാൻ ചിലപ്പോ അങ്ങനെ തെറിയല്ല, ഇങ്ങനെ ചീത്ത വിളിക്കാം. തെറിയല്ലോ ഇത്, തെറി വിളിക്കുമായിരുന്നു. അങ്ങനെ എന്ത് പറ്റിക്കുന്നതെന്നെല്ലാം പറയാൻ വേണ്ടി ഒരു കോംപ്രമൈസും ഇല്ല. രാജേഷ് കേട്ടിട്ടുണ്ടോ? ടെററാണ് ആളുടെ അടുത്തുനിന്ന് ചിത്ര തെറി പറഞ്ഞു ഞാൻ കോമഡി ആയിരിക്കും. അതെന്താ ഒന്ന് പറഞ്ഞേ, ഇപ്പൊ കാണിച്ചുതരാം. ഈ താളത്തിലൊക്കെ ആരെങ്കിലും തെറി പറയും? ഈ താളത്തില് സുരേഷ് ചേട്ടൻ നല്ല കെയറിംഗ് ആണ്. ആ താളത്തിൽ നിന്നായിരിക്കും ചിത്രത്തിൽ തെറി ഉണ്ടാവുന്നത്. അങ്ങനെ എനിക്ക് ദേഷ്യം അല്ല, അത് വിട്, ഞാൻ പറയാം. അതെ, നമ്മള് ഡിവൈഡ് ചെയ്ത് പോയി കാണാതെ പഠിച്ചെല്ലാം പോകും. അപ്പൊ എന്നെ വിളിച്ചപ്പോ പിന്നെ രതീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറയുമ്പോ എനിക്ക് തോന്നി ഇത് ജെന്യൂൻ ആയിട്ടുള്ള കോളാന്ന്. പിന്നെ എനിക്ക് ഇങ്ങനെ ബി.പി എല്ലാം ഇങ്ങനെ ഹെഡ് ബീറ്റെല്ലാം കൂടാൻ തുടങ്ങി. അപ്പൊ ഇയാളാന്ന് ഇത് നായിക. അപ്പൊ കിട്ടുണ്ണിയേട്ടൻ അടിച്ചു മോളെ ലോട്ടറി. അച്ഛനും അമ്മയും എന്റെ അടുത്തുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും എന്റെ എക്സ്പ്രഷൻ എല്ലാം കണ്ട് ആ എക്സ്പ്രഷൻ ഇടാൻ പറയരുത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതില്ല. അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ നൈസായിട്ട് എസ്കേപ്പ് ചെയ്തത് സ്ഥിരം മുങ്ങലല്ലോ പരിപാടി. അപ്പൊ എന്നോട് പറഞ്ഞു ആര് മരിച്ചിട്ട് വിളിച്ച് അങ്ങനെ ചോദിച്ചു. പിന്നെ ആരോ മരിച്ചിട്ടില്ല കോളാന്ന്. അമ്മേന്നല്ലാതെ ഞാൻ ഇവളെ കണ്ടിട്ടേ ബോധമൊക്കെ പോവാൻ വിളിച്ച പോലെ തോന്നി. എന്നെല്ലാരും നായികയാക്കണ്ടേ ഇങ്ങനെ അങ്ങനെ വിചാരിച്ചു. അപ്പൊ എന്നിട്ട് നമ്മൾ അങ്ങനെ കമ്മിറ്റ് ചെയ്തു ആ പടം. അങ്ങനെ കമ്മിറ്റ് ചെയ്തു. ഓ.